قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. സദഖല്ലാഹുൽ അദീം. ഏറെ ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇഹപര വിജയത്തിനു വേണ്ടി കൽപ്പിച്ചിട്ടുള്ള മുഴുവൻ കൽപ്പനകളും പാലിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പലവിധ കാരണങ്ങൾ കൊണ്ട് ഓരോരുത്തരും സ്വന്തത്തിലേക്ക് തന്നെ കൂടുതലായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അസത്യത്തിൻ്റെ ശക്തികൾ പരസ്പരം കൂട്ടുകൂടുകയും എക്കാലത്തെയും ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ലദീന കഫറൂ ബഅ്ദുഹും ഔലിയാഉ ബഅദ്. നിഷേധികൾ എന്ന് പറയുന്നത് പരസ്പരം വലിയുകളാണ്, ആത്മമിത്രങ്ങളും സഹായികളുമാണ്. ഔലിയാ എന്ന് പറഞ്ഞാൽ വലിയുകൾ, ആത്മമിത്രങ്ങൾ, പരസ്പരം സഹായിക്കുന്നവർ. അപ്പോൾ നിഷേധികളായ ആളുകൾ ബഅ്ദുഹും ഔലിയാ ബഅദ്, ആത്മമിത്രങ്ങളും സഹായികളുമാണ്. ഇല്ലാ തഫ്അലൂഹു തകും ഫിത്ന ഫിൽ അർദ് വഫസാദുൻ കബീർ. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം ആത്മമിത്രങ്ങളും സഹായികളുമായി തീരുന്നില്ല എങ്കിൽ നാട്ടിൽ വലിയ കുഴപ്പങ്ങളുണ്ടാകും, വലിയ നാശമുണ്ടാകും ഭൂമിയിൽ. സത്യനിഷേധികൾ പരസ്പരം വലിയുകളായി തീർന്നിരിക്കുന്നു. സത്യവിശ്വാസികൾ അങ്ങനെ ആയിട്ടില്ല എങ്കിൽ സത്യവിശ്വാസികൾ നശിച്ചു പോകും എന്നത് മാത്രമല്ല, അത് ഭൂമിയിൽ തന്നെ വലിയ കുഴപ്പവും നാശവും ഒക്കെ ഉണ്ടാകാൻ കാരണമാകും എന്നാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു നബി വചനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ. നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് ചുരുങ്ങുകയല്ല വേണ്ടത്, നമ്മുടെ കൂടെയുള്ളവരെ ചേർത്തു പിടിക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മുടെ സഹോദരന്മാരിലേക്ക് പടരുകയാണ് വേണ്ടത് എന്നതാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, എൻ്റെ മാത്രം വിജയം, ഇങ്ങനെ ഒതുങ്ങിക്കൂടാനും തന്നിലേക്ക് ഉൾവലിയാനും പാടില്ലെന്ന്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ്. അല്ലാഹു പറയാണ് സൂറത്തു തൗബയിൽ, മുഅ്മിനീങ്ങളായ പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീകളും. മുഅ്മിനീങ്ങൾ എന്ന് പൊതുവിൽ പറഞ്ഞാൽ തന്നെ അതിൽ സ്ത്രീയും പുരുഷനും ഒക്കെ ഉൾപ്പെടും. എന്നാൽ ഖുർആൻ ചിലയിടത്ത് രണ്ടും രണ്ടായി തന്നെ പറഞ്ഞിട്ടുണ്ട്.
വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ ബഅ്ദുഹും ഔലിയാഉ ബഅദ്, അവർ പരസ്പരം വലിയുകളാണ്, ആത്മമിത്രങ്ങളും സഹായികളുമാണ്. എന്തിനാണ് അവർ പരസ്പരം വലിയുകളാകുന്നത്, ആത്മമിത്രങ്ങളും സഹായികളുമാകുന്നത്? ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയല്ല, ആരെയെങ്കിലും പരാജയപ്പെടുത്തി കളയാനല്ല, ആരോടെങ്കിലും ഏറ്റുമുട്ടി അവരെല്ലാം തരിപ്പണമാക്കി കളയണം എന്നതുകൊണ്ടൊന്നുമല്ല. എന്തിനാണ്? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനുമാണ്. വയുഖീമൂന സ്വലാ വയുഅ്തൂന സകാ വയുതീഊന അല്ലാഹ വറസൂലഹു ഉലൈക സയർഹമുഹുമുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. മുഅ്മിനീങ്ങൾ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഒരു പണി ഏൽപ്പിക്കപ്പെട്ട കൂട്ടരാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അതിനാദ്യം നമുക്ക് നന്മയുണ്ടാകണം, നമ്മൾ നന്മയിലായിരിക്കണം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം, തിന്മയുടെ വക്താക്കളാകരുത്. നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിത രീതികളിലും തിന്മ ഉണ്ടാകരുത് എന്നതൊക്കെ അതിൻ്റെ മറ്റ് അനുബന്ധ പാഠങ്ങളാണ്. എന്തായാലും നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതാണ് മുഅ്മിനീങ്ങൾ ഒന്നു ചേർന്ന് നിൽക്കുന്നതിൻ്റെ ന്യായം. അതിനു വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ആത്മമിത്രങ്ങളും സഹായികളുമായിരിക്കുന്ന മുഅ്മിനീങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരാണ്, അതുപോലെ തന്നെ സക്കാത്ത് നൽകുന്നവരാണ്, അതുപോലെ തന്നെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നവരാണ്. സംശയമില്ല, അള്ളാഹു തആല അവരോട് കരുണ കാണിക്കും. ആരോടാണ് അള്ളാഹു കരുണ കാണിക്കുക? അള്ളാഹു എല്ലാവരോടും കരുണ കാണിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരോടും അള്ളാഹു കരുണ കാണിച്ചിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കരുണയെ 100 പകുത്താൽ അതിലൊന്നാണ് ഇന്ന് ഭൂമിയിൽ ലഭിക്കുന്ന എല്ലാ കാരുണ്യവും. നമുക്ക് അനുകൂലമായ കാലാവസ്ഥ, നമുക്ക് ലഭിക്കുന്ന മഴ, വെയില്, തണുപ്പ്, ചൂട്, നമുക്ക് വേണ്ടിയുള്ള എല്ലാം. ഏറ്റവും ഒടുവിൽ ഒരു തള്ളപ്പശു അതിൻ്റെ കുഞ്ഞിൻ്റെ മേൽ ദേഹത്ത് കാൽ കുളമ്പ് തട്ടി വേദനിക്കാതിരിക്കാൻ സൂക്ഷ്മതയോടുകൂടി കാലകത്തി വെക്കുന്നത് പോലും ആ ഒരു കരുണയുടെ ഭാഗമാണ് എന്നാണ്. ബാക്കി 99 കാരുണ്യം. ആ കാരുണ്യം ആർക്കാണ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്ന ആളുകൾക്കാണ് ലഭിക്കുക. അല്ലാഹു തആല അസീസാണ്, അൽ അസീസ്, ഇസ്സത്തുള്ളവൻ. അല്ലാഹു അൽ ഹക്കീമാണ്, യുക്തിജ്ഞാനമുള്ളവനാണ്. അപ്പോൾ പ്രതാപവാനും യുക്തിമാനുമായ അല്ലാഹു പറയുകയാണ്, മുഅ്മിനീങ്ങൾ എങ്ങനെയായിരിക്കണം? ബഅ്ദുഹും ഔലിയാഉ ബഅദ്, പരസ്പരം സഹായികളും ആത്മമിത്രങ്ങളുമായിരിക്കണം, വലിയുകളായിരിക്കണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഇന്നമ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന കാര്യം അത് മാത്രമാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയമായും മുഅ്മിനീങ്ങൾ ഇത് മാത്രമാണ്. എന്തു മാത്രമാണ്? ഇഖ്വ, സഹോദരന്മാർ മാത്രമാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മദ്ഹബിലുള്ളവർ എന്നല്ല. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഘടനയിലുള്ളവർ എന്നല്ല. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശവാക്യത്തെ സ്വീകരിക്കുന്ന എല്ലാ വിശ്വാസികളും, എല്ലാ മദ്ഹബുകളിലും മതസംഘടനകളിലും ഒരു സംഘടനയിലും ഇല്ലാത്തവരും, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ലോകത്തിൻ്റെ ഏതു ഭാഗത്തായിരുന്നാലും
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്നവരൊക്കെ തമ്മിലുള്ള ബന്ധം ഉഖ്വത്താണ്, അവർ സഹോദരന്മാരാണ്. അള്ളാഹു പറയുന്നത് സഹോദരന്മാരാണെന്നല്ല, സഹോദരന്മാർ മാത്രമാണ് അവർ തമ്മിലുള്ള ബന്ധം. ഫാസ്ലിഹൂ ബൈന അഖവൈക്കും, അതുകൊണ്ട് നിങ്ങൾ സഹോദരന്മാർക്കിടയിൽ ഐക്യമുണ്ടാക്കണം. വത്തഖുല്ലാഹ് ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വ കാണിക്കുക, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം നിങ്ങൾക്ക് കിട്ടിയേക്കും. അള്ളാഹു താല എടുത്തു വെച്ച 99 കാരുണ്യം ഉണ്ടല്ലോ, അത് കിട്ടാനുള്ള വഴി എല്ലാ പക്ഷപാതിത്വങ്ങളും സങ്കുചിതത്വങ്ങളും എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം സഹോദരനായിട്ട് വിശ്വാസിയെ കാണുക എന്നതാണ്. നമ്മളിങ്ങനെ പടച്ചവനോട് ദ്വരുന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, കാരുണ്യവാനായ പടച്ചവനെ എനിക്ക് നീ കാരുണ്യം ചൊരിയണമേ. എന്നിട്ട് നമ്മൾ അടുത്തിരിക്കുന്നവനോട് നമ്മൾ മിണ്ടൂല, അവനോട് നമുക്ക് സൗഹൃദമല്ല, അവനെ വേറൊന്നായിട്ടാണ് കാണുന്നത്, നമ്മളെ കൂട്ടത്തിലല്ല, നമ്മൾ അടുപ്പിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. പിന്നെങ്ങനെ അള്ളാന്റെ കാരുണ്യം കിട്ടുക? അള്ളാഹുവിനോട് കാരുണ്യം ചോദിച്ച് നമ്മളിങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ, നമ്മുടെ ആഗ്രഹങ്ങളിൽ നമ്മൾ മാത്രമുള്ളൂ. കൂടിപ്പോയാൽ എൻ്റെ ഭാര്യയും കുട്ടികളും കൂടി ഉണ്ടാവും, മക്കളെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അതൊക്കെ ഉണ്ട്, അതിനപ്പുറത്തേക്ക് പോണില്ല. എൻ്റെ അയൽപക്കത്തുണ്ട് എൻ്റെ സഹോദരൻ, അവനെ ഞാൻ പരിഗണിക്കുന്നില്ല. എൻ്റെ നാട്ടിലുണ്ട് മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, അവരുടെ ജീവിതാവസ്ഥ നമ്മൾ പരിഗണിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ കാരുണ്യം കിട്ടും? നിങ്ങൾ കാണുന്നില്ലേ ഗസയിൽ നിന്നുള്ള ചിത്രങ്ങൾ? ബോംബ് വർഷിച്ചിട്ട് കൊല്ലപ്പെടുന്നത് കാണുമ്പോൾ അത് നമുക്കൊരു ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വമാണല്ലോ അത് എന്ന നിലക്ക്. പ്രത്യേകിച്ച് അല്ലാഹുമ്മ അർസഖന ഷഹാദ, ഞങ്ങൾക്ക് രക്തസാക്ഷിത്വം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിന് മേൽ മനുഷ്യകുലത്തിന്റെ ശത്രുക്കളായ ഇസ്രായേൽ ബോംബ് വർഷിക്കുമ്പോൾ നമുക്കതൊരു ആവേശം നൽകുന്ന കാര്യമാണ്. പക്ഷെ ഇന്നവിടെ നിന്ന് കാണുന്ന ചിത്രങ്ങൾ പട്ടിണി കിടന്നിട്ട് ആൾ മരിക്കുകയാണ്. അവരുടെ എല്ലുകൾ ഇങ്ങനെ പുറമേക്ക് എണ്ണിയെടുക്കാൻ പാകത്തിൽ വെളിപ്പെട്ട് നിൽക്കുകയാണ്. കുടിവെള്ളം കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈശാചികമായ ഉപരോധത്തിനടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവര്. ദീർഘകാലമായിട്ട് അവർ ഉപരോധത്തിലാണ്. പക്ഷെ എന്നാലും കൊച്ചു കൊച്ചു സംരംഭങ്ങളിലൂടെ ചെറിയ ചെറിയ രീതിയിൽ അവരവിടെ ജീവിച്ചു വരികയായിരുന്നു. ഇപ്പോൾ ഉപരോധം കനപ്പിച്ച് ഒരു ഭക്ഷണവുമില്ല. 10,000-കണക്കിന് ആളുകളാണ് അത്രേ അവിടെ ഭക്ഷണം കിട്ടാതെ കൊല്ലപ്പെടുന്നത്. നമ്മുടെ തിന്മശയിലേക്ക് നോക്കൂ നിങ്ങൾ, നമ്മുടെ സൽക്കാര മുറികളിലേക്ക് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. എന്താണ് നമ്മുടെ കാര്യം? അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ സൽക്കാരങ്ങൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഞാൻ എന്നെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നതെങ്കിൽ ആ പട്ടിണിക്കോലങ്ങളുടെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് അവരിത് അനുഭവിക്കുന്നത്? ആർക്കു വേണ്ടിയാണ്? ബൈത്തുൽ മഖ്ദിസിന്റെ, മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം. നമ്മുടെ ഒന്നാമത്തെ ഖിബില, അതിൽ ബൂട്ടിട്ട് ചവിട്ടിയും വൃത്തികേടാക്കിയും അതിൻ്റെ സമ്പൂർണമായ നിയന്ത്രണം ഏറ്റെടുത്തും ഇസ്രായേലുകൾ അവിടെ കൊടിയ മർദ്ദനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഖിബില, നമ്മുടെ ധാരാളക്കണക്കായിട്ടുള്ള പ്രവാചകന്മാരുടെ പാദസ്പർശം ഏറ്റ മണ്ണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ പോയ സ്ഥലം, മിഅ്റാജ് പോയ സ്ഥലം, അത് സ്വതന്ത്രമാക്കാനും അതിനെ മോചിപ്പിക്കാനും ധീരമായ നിലപാടെടുത്തതിൻ്റെ പേരിലാണ് അവരനുഭവിക്കുന്നത്.
നമുക്ക് അവരുടെ മുഖം ഓർമ്മ വരുന്നുണ്ടോ? പുറത്തേക്ക് തള്ളിയ അവരുടെ വാരിയെല്ലുകൾ, ഒട്ടിയ വയറുകൾ, കുഴിഞ്ഞുപോയ കവിളുകൾ, ഒരു ചെറിയ ഭക്ഷണം പോലും ലഭിക്കാതെ ദിവസങ്ങളോളം പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന അവസ്ഥ. ആർക്കാണ് അവരെക്കുറിച്ച് ബോധമുള്ളത്? ടൺ കണക്കിന് ഭക്ഷണങ്ങൾ അപ്പുറത്ത് കുന്നുകൂട്ടി തിന്നു തീർക്കാൻ കഴിയാതെ കുഴിച്ചു മൂടുന്ന ഒരു രംഗം തൊട്ടപ്പുറത്ത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. എവിടെ? ഗസയിലെ പട്ടിണിപ്പാവങ്ങളുടെ സഹോദരന്മാരെ, നിങ്ങൾ എവിടെ? ലോകത്തെവിടെയാണ് നിങ്ങൾ ഉള്ളത്? നമ്മൾ അല്ലാഹുവിനോട് കാരുണ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചതമ്പുരാനെ, ഞങ്ങളോട് കാരുണ്യം ചെയ്യണേ. എന്ത് കാരുണ്യം? ആർക്കു വേണ്ടിയുള്ള കാരുണ്യം? നമ്മൾ എത്രയോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ടുള്ള മുഹാജിറുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസ്വാരികളായ ആളുകളെ വിളിച്ച്, മദീനക്കാരായ ആളുകളെ വിളിച്ചു, മുഹാജിറുകളെ വിളിച്ചു. എന്നിട്ട് രണ്ടു കൂട്ടരെയും ഒന്നിച്ചു നിർത്തി അവരെ സഹോദരന്മാരാക്കി. ഒരു കൂട്ടർ വന്നുകൂടിയവരും ഒരു കൂട്ടർ പണ്ടേ ഇവിടെ ഉള്ളവരും എന്ന ആ തരത്തിലുള്ള വേർതിരിവൊക്കെ മാറ്റി നിങ്ങൾ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാം പകുത്തു നൽകാൻ അവർ തയ്യാറായി. എല്ലാം പകുത്തു നൽകാൻ. സമ്പാദ്യങ്ങളും കച്ചവട വസ്തുക്കളും ഒക്കെ മക്കയിൽ ഉപേക്ഷിച്ച് വന്നവരാണ് മുഹാജിറുകൾ. പക്ഷെ അതിന് നിങ്ങൾ സങ്കടപ്പെടണ്ട. ഞങ്ങളുടെ കയ്യിലുള്ള കാർഷിക വിളകളെല്ലാം നിങ്ങൾക്ക്, ഞങ്ങളുടെ കയ്യിലുള്ള സമ്പത്തെല്ലാം നിങ്ങൾക്ക്, ഞങ്ങളുടെ വീടിന്റെ പാതി നിങ്ങൾക്ക്, ഞങ്ങളുടെ സ്വത്തിന്റെ പാതി നിങ്ങൾക്ക്, അങ്ങനെ എല്ലാം പാതി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ കണ്ടതാണ് അൻസാരികളുടെ ആതിഥേയത്വം, അവരുടെ ഉഖ്വത്ത്. നിങ്ങൾ വയലിലൊക്കെ കേട്ടിട്ടില്ലേ? യർമൂക്ക് യുദ്ധത്തിൽ വെട്ടേറ്റ് കിടക്കുന്നവൻ വെള്ളം ചോദിച്ച കാര്യം. വയലിൽ എന്തൊക്കെ കേൾക്കൂലേ? ഒക്കെ വയല് പറയണവൻ്റെ പണിയാണ്. അയാളിങ്ങനെ വയല് പറയാം. നമ്മളെ പണി അതൊക്കെ ഇങ്ങനെ കേൾക്കുക. നമ്മളെ ജീവിതത്തിലേക്ക് അതുണ്ടാവും വരുന്നു. വെള്ളം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ വെള്ളം അവസാനത്തെ വെള്ളമാണ്. അത് വായിലൊഴിക്കാൻ നിൽക്കാതെ അപ്പുറത്ത് വച്ച് കേൾക്കുമ്പോൾ അങ്ങോട്ട് കൈ ചൂണ്ടി അവിടേക്ക് കൊടുക്ക്, അവൻ എന്നെക്കാൾ ആവശ്യം ഉണ്ടാവും. അപ്പൊ ആ വെള്ളമായിട്ട് അപ്പുറത്തേക്ക് പോയാണ്. അപ്പൊ അയാൾ വേറെ ആളെ കാണിക്കുകയാണ്, അത് അപ്പുറത്ത് വേറെ വെള്ളം വേണം, അങ്ങോട്ട് കൊടുക്കുകയാണ്. ആകെ ഒരു കപ്പ് വെള്ളമാണ്. അങ്ങനെ കൈമാറി ഒടുവിൽ ആദ്യത്തെ ആളെ തന്നെ തിരിച്ചെത്തിയപ്പോഴേക്ക് അദ്ദേഹം ആ വെള്ളം കുടിക്കാതെ ഷഹീദായിട്ടുണ്ടായിരുന്നു എന്നാണ്. ആർക്കും ആ വെള്ളം കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുടിച്ചു തീർത്ത എത്രയോ ലിറ്റർ കണക്കിന് വെള്ളത്തെക്കാൾ കുടിക്കാതെ പോയ ആ വെള്ളം, ഒരു കപ്പ് വെള്ളം, അത് ചരിത്രത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന വെള്ളമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരസ്പരം സാഹോദര്യത്തിന് വേണ്ടി അവർ സമർപ്പിച്ച ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മുഅ്മിനീങ്ങൾ അവരൊരു കെട്ടിടം പോലെയാണ്. ആ കെട്ടിടം ഇങ്ങനെ കോർത്ത് ചേർത്ത് വെച്ച് ഉണ്ടാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കോർത്ത് പിടിച്ച് കാണിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ അത് പരസ്പരം താങ്ങാണ്, ഒന്ന് വീണുപോകാതിരിക്കാൻ മറ്റേത്. അങ്ങനെ ഒന്നിനെ ഒന്ന് താങ്ങി നിർത്തുന്ന രീതിയിലുള്ള കെട്ടിടം പോലെയാണ് മുഅ്മിനീങ്ങൾ. ബുന്യാനുൻ മർസൂസ്. മുഅ്മിനീങ്ങൾ ആകെ മൊത്തം ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വല്ല പരിക്കും സംഭവിച്ചാൽ പനിച്ച് ഉറക്കമിളച്ച് ശരീരം മൊത്തം അതിൻ്റെ കൂടെ നിൽക്കും. അത് കാലിൻ്റെ ഒരു ചെറുവിരലിനല്ലേ, അത് പ്രശ്നമാക്കണ്ട എന്ന് ശരീരം വിചാരിക്കൂല. ചെറുവിരലിന്റെ നഖം എവിടെയോ കുത്തി മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, പിന്നെ മൊത്തം ശ്രദ്ധ അങ്ങോട്ട് പോകും, അതിനോട് ചേർന്ന് നിൽക്കും. ഇങ്ങനെയാണത്രേ മുഅ്മിനീങ്ങൾ. സുബ്ഹാനല്ലാഹ്.
മുറിഞ്ഞു തൂങ്ങി നിൽക്കുന്നു വർഷങ്ങളായിട്ട്, അന്നം കിട്ടാതെ ഉപരോധിക്കപ്പെട്ടു നിൽക്കുന്നു വർഷങ്ങളായിട്ട്. ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ ചീന്ത്, ആകെ 11, 12, 18 വരെ കിലോമീറ്റർ നീളമുള്ള ആകെ ചെറിയൊരു സ്ഥലമാണ്. അവരവിടെ എത്രമേൽ പ്രയാസപ്പെട്ട് കഴിയുന്നു. നമ്മളെ ചിന്തയിൽ അവരുണ്ടോ? നമുക്ക് തന്നെ മറന്നുപോയി. കുറച്ചൊക്കെ എന്തായിരുന്നു? നമ്മുടെ പ്രാർത്ഥനയിൽ അവരുണ്ടോ? നമ്മുടെ ആലോചനയിൽ അവരുണ്ടോ? ഒരു ശരീരം പോലെയാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞിട്ടിപ്പോൾ എവിടെ അവർ? നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ചിന്തയിൽ നിന്ന് അത് മാഞ്ഞു പോകാൻ പാടില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഉണ്ടായിരുന്നു സാഹോദര്യവും ബന്ധമൊക്കെ. മക്കയിലെ മുശ്രിക്കുകൾക്കിടയിലും ഉണ്ടായിരുന്നു ബന്ധങ്ങൾ. പക്ഷെ ആ ബന്ധമൊക്കെ കുടുംബം, ഗോത്രം എന്നൊക്കെ പറയുന്ന ദുന്യവിയായ പല ന്യായങ്ങൾക്കുമേൽ കെട്ടിപ്പടുത്ത ബന്ധങ്ങളായിരുന്നു. അതിലവർ കാലങ്ങളോളം യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആ ബന്ധങ്ങളെ ആദർശവൽക്കരിക്കുകയാണ് ചെയ്തത്. അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക. നമ്മളൊന്നും തീരുമാനിക്കാതെ ജനിച്ച, നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ എവിടെ ജനിക്കണം, ആരുടെ മകനായി മകളായി, ഇതൊന്നും നമ്മൾ തീരുമാനിച്ചതല്ലല്ലോ. അങ്ങനെ നമ്മൾ തീരുമാനിക്കാതെ ജനിച്ച ആ വീടിന്റെ പേരിൽ, തറവാടിന്റെ പേരിൽ, ഗോത്രത്തിന്റെ പേരിൽ ഒന്നുമല്ല. അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് സ്നേഹിക്കേണ്ടത്. ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, മുഅ്മിനീങ്ങളാവാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മുഅ്മിനീങ്ങളാവുകയില്ല. ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ച ഏതെങ്കിലും കോളങ്ങൾക്കകത്തുള്ളവരെ സ്നേഹിക്കാനല്ല. അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും സ്നേഹിക്കാതെ നിങ്ങൾ മുഅ്മിനാവൂല. മുഅ്മിനാവാതെ നിങ്ങൾ സ്വർഗത്തിലും പോവില്ല. നമ്മൾ സ്വർഗം തന്നെ നമ്മളെ സ്വന്താക്കി വെക്കുകയാണ്. ഒരിത്തിരി പോകുന്ന സ്വർഗം മതി. കാരണം നമ്മൾ കുറച്ചാളല്ലേ അതിൽ പോവുള്ളൂ, ബാക്കി എല്ലാവരും പുറത്താണെന്നാണ്. ആരാണ് നിങ്ങളോട് ഇങ്ങനെ ആളുകളെ പുറത്താക്കാൻ പറഞ്ഞത്? അതിനുള്ള അധികാരം ആരാണ് നൽകിയത്? അള്ളാഹുവിലും അവൻ്റെ ദൂതരിലും വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും സ്നേഹിക്കപ്പെടണം. അപ്പോഴാണ് നമ്മൾ മുഅ്മിനീങ്ങളാവുക. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് അവരുള്ളതെങ്കിലും, അവർ ഇറാനിലോ അഫ്ഗാനിലോ ഇറാഖിലോ അവർ ഫലസ്തീനിലോ അവരെവിടെയോ ആയിക്കൊള്ളട്ടെ, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം. മുഅ്മിനീങ്ങളായ മുഴുവൻ ആളുകളെയും ലോകത്തെ തന്നെ ഒരു കുടുംബമായിട്ട് സ്നേഹിക്കണം. അത് വേറെ പറഞ്ഞിട്ടുണ്ട്, മാനവികത. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, അത് ലോകം മൊത്തം ഒരു കുടുംബമായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്നു. പക്ഷെ അതിനകത്ത് പ്രത്യേകമായിട്ട് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് സഹോദരന്മാർ മാത്രമാണ്. ഇങ്ങനെ സ്വർഗത്തെ ലക്ഷ്യമാക്കി അള്ളാഹുവിന് വേണ്ടി എന്നത് മാനദണ്ഡമാക്കി കാര്യങ്ങളെ പഠിപ്പിച്ചു. മൻ അഹബ്ബ ലില്ലാഹ് വഅബഗദ ലില്ലാഹ് വഅഅത ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടിയിട്ട് കോപിക്കുക, വെറുക്കുക, അള്ളാഹുവിന് വേണ്ടിയിട്ട് നൽകുക, അള്ളാഹുവിന് വേണ്ടിയിട്ട് തടയുക. എൻ്റെ സംഘടനയ്ക്ക് വേണ്ടി, എൻ്റെ സമുദായത്തിന് വേണ്ടി, എൻ്റെ ഗോത്രത്തിന് വേണ്ടി, എൻ്റെ നാടിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ല, ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി. അള്ളാഹുവിന് വേണ്ടി എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് അവരെല്ലാം ചേർത്ത് നിർത്താൻ കഴിയണം. സഹോദരന്മാരെ, എന്താണ് പ്രത്യേകിച്ച് ഗസയിലുള്ള നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനാവുക? ഒന്ന്, നമ്മൾ അക്രമികൾക്കെതിരെ എപ്പോഴും ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കുക എന്നതാണ്. പറഞ്ഞല്ലോ, തിന്മയെ നിങ്ങൾക്ക് കൈകൊണ്ട് തടുക്കാനാവില്ലെങ്കിൽ നാവുകൊണ്ട് തടുക്കണം.
അതിനും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് നിങ്ങൾ നിരോധിക്കപ്പെട്ടാൽ നിങ്ങൾ മനസ്സുകൊണ്ട് വെറുക്കണം. അങ്ങനെയും സാധ്യമല്ലാത്തൊരു ഘട്ടം വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈമാനില്ല എന്നാണ്. അപ്പൊ ഈമാനുള്ളവർ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം. അതിനെപ്പോഴും അവരെ കുറിച്ച് ചിന്തിക്കണം, ശബ്ദിക്കണം, സംസാരിക്കണം. കലവറയില്ലാതെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പിന്തുണ നൽകണം. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അതിലിങ്ങനെ വെറുതെ ഹായ് ഹോയ് എന്നൊക്കെ ഇടുന്നതിന് പകരം ഫലസ്തീനിന് അനുകൂലമായി ഈ നീതി നിഷേധത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ബഹിഷ്കരണം എന്ന് പറയുന്നത് പുതിയ ആധുനിക ജനാധിപത്യ കാലത്ത് വലിയൊരു യുദ്ധമുറയാണ്. ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, അവരെ സഹായിക്കുന്നവരോട് ബന്ധം മുറിക്കുക എന്നതൊക്കെ. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം, അവർക്കിടയിൽ അതിനുള്ള അവബോധം വളർത്തുക. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ ഏക സമൂഹമാകുന്നു എന്ന ഇസ്സത്തുള്ള ബോധത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഏക സമൂഹമാണ്, നമ്മൾ ഒരൊറ്റ ഉമ്മത്താണ്. അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക. ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചും ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും നമ്മൾ ഖുത്ബയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനത്തുകൾക്കും വേണ്ടിയുള്ള ദുആ ഖുത്ബയുടെ ഭാഗമായിട്ട് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു തആല ഫലസ്തീനിൽ ഗസയിൽ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ രക്ഷിതാക്കൾ, അല്ലാഹു തആല അവർക്ക് സംരക്ഷണവും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.